ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പഴംപൊരി റെസിപ്പി ആയിട്ടാണ്. പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടൊരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഴം നല്ല മധുരമുള്ളതായതുകൊണ്ട് പഞ്ചസാര ഇത്രയും മതി. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെന്ന്. അത് മറ്റൊന്നല്ല, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇളം ചൂടുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ. നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിക്കരുത്, അപ്പോൾ മൈദ വെന്ത് പോവും. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം. മാവ് നല്ല തിക്കായെങ്കിൽ മാത്രമേ പഴത്തിൽ അത് പിടിച്ചു കിട്ടൂ. ഇപ്പോൾ ഇത് ഞാൻ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ 3/4 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മാവ് നമുക്ക് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് 3 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് കണ്ട നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ 3 നേന്ത്രപ്പഴം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴം 3 കഷ്ണമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ പഴംപൊരി ഉണ്ടാക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോ പഴക്കഷ്ണങ്ങളായിട്ട് നമുക്ക് മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴേ മാവ് നല്ല പോലെ പൊങ്ങി കിട്ടും. ഇപ്പോഴത്തെ പഴംപൊരിയുടെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പഴംപൊരി നോക്കിയാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ, വായിൽ വെള്ളം വരുന്നില്ലേ. ഒട്ടും എണ്ണ കുടിക്കാത്ത വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെയുള്ള പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി പഴംപൊരി റെസിപ്പികൾ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പഴംപൊരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.